കാസർഗോഡ് പെരിയ കല്ലിയോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകം പ്രതികളിലേക്ക് എത്തിക്കുന്ന നിർണായക തെളിവുകൾ പോലീസിന് സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ചു. കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിവീഴ്ത്തുന്ന സമയത്ത് പ്രതികളിൽ നിന്ന് തെറിച്ചു വീണ ഒരു മൊബൈൽ ഫോണും ആയുധത്തിന്റെ ഒരു കഷ്ണവുമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. പ്രതികളുടേത് തന്നെയെന്ന് സംശയിക്കുന്ന ചെരുപ്പുകളും സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട്. കേരളത്തെ ഞെട്ടിച്ച ഇരട്ട കൊലപാതകത്തിലെ പ്രതികളെ പിടികൂടാൻ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. രാഷ്ട്രീയ കൊലപാതകമായിട്ടാണ് പോലീസ് ഇതിനെ നോക്കിക്കാണുന്നത്. ശ്രീകുമാർ എന്നയാളുടെ മൊഴിയിലാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത്. രാഷ്ട്രീയ കൊലപാതകം തന്നെയാണെന്നാണ് ശ്രീകുമാറിന്റെ മൊഴിയും. കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ബാക്കി നമ്മുടെ ഈ ലോ ആൻഡ് ഓർഡറും കൂടെയും പിന്നെ അവിടുത്തെ ഈ മോർട്ടൽ റിമെയിൻസിനും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും പിന്നെ അതിൽ ഡിസ്പോസലും അതെല്ലാം നമുക്ക് നോക്കുന്നുണ്ട്. പാരലലായി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തേക്ക് DYSPയിൽ നേരമുള്ള ഒരു സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെ ഭാഗമായി നമ്മുടെ തുടങ്ങിയിട്ടുണ്ട്. കൊലപാതകവുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് അദ്ദേഹം ചോദിച്ചറിഞ്ഞു. വിശദമായ റിപ്പോർട്ടുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. പ്രഥമ ദൃഷ്ടിയിൽ പോലീസ് ഭാഷ്യം രാഷ്ട്രീയ കൊലപാതകമെന്ന് തന്നെയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.